പ്രിയപ്പെട്ടവരെ, പാലസ്തീനിലെ ഗസയിലെ പീഡനമനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. പാലസ്തീനുമായി ബന്ധപ്പെട്ടു ഇസ്രയേലുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങൾ ഇവിടെ വിവിധ നേതൃത്വങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ദീർഘമായൊരു പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, പാലസ്തീൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കൂട്ടം ജനതയ്ക്ക് അവരുടെ രാഷ്ട്രപദവിക്കും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾക്കുമേൽ നിരന്തരമായി അത് നിഷേധിച്ചുകൊണ്ട് ഇസ്രയേലും അമേരിക്ക അടക്കമുള്ള സഖ്യരാഷ്ട്രങ്ങളും ദീർഘനാളുകളായി നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രമെന്ന നിലയിലുള്ള അവരുടെ മുന്നോട്ട് പോക്കിനെ പലപ്പോഴും ഇസ്രയേലും അമേരിക്കൻ ഐക്യനാടുകളുമൊക്കെ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും പാലസ്തീൻ ഒരു വിസ്മയമായി ലോകത്ത് നിലകൊള്ളുകയാണ്. നമുക്കറിയാം, ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ജീവിക്കുന്ന യഹൂദന്മാരായിട്ടുള്ള ആളുകളുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാം. ആ ചരിത്രമെന്ന് പറയുന്നത് നിരവധി വർഷങ്ങളോളം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനമനുഭവിച്ച ഒരു ജനവിഭാഗമാണ്. ആ പീഡനമനുഭവിച്ച ജനവിഭാഗത്തെ അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ പാലസ്തീനിന്റെ മണ്ണിൽ ജൂതഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ അനുവദിച്ചതിന്റെ ഫലമായിട്ടാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന യഹൂദന്മാരെ പാലസ്തീനിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ഇത്തരം രാഷ്ട്രങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് 1948 ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി പാലസ്തീനിന്റെ മണ്ണിൽ അഭയാർത്ഥികളായി കടന്നുവന്ന് അവിടെ ജീവിക്കാൻ അവസരം കൊടുത്ത പാലസ്തീനികളുടെ സ്വത്തുക്കളും അവരുടെ ഭൂമിയും ഒക്കെ തട്ടിയെടുത്തുകൊണ്ട് ഒരുപക്ഷെ രാഷ്ട്ര പ്രഖ്യാപനം നടക്കുന്ന സന്ദർഭത്തിൽ പാലസ്തീനിന്റെ മണ്ണിന്റെ 56% ഇസ്രയേലിന് വിട്ടുകൊടുക്കുകയും ബാക്കി 46% മാത്രമാണ് പാലസ്തീന് അനുവദിക്കുന്നത്. 1948 ശേഷം ഇസ്രയേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം പാലസ്തീനിന്റെ വിവിധ പ്രദേശങ്ങൾ കൈയടക്കിക്കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള യൂറോപ്പിലും മറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് യഹൂദന്മാരെ പാലസ്തീനിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പാലസ്തീനിന്റെ മണ്ണിനെ പിടിച്ചെടുക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ചരിത്രമാണ്. അതേസമയം ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്ന നിഷ്പക്ഷമതികൾ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ വെക്കുന്ന വാദമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായി പാലസ്തീനും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം അത് പാലസ്തീൻ അല്ലെങ്കിൽ ഗസയിലെ ആളുകൾ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിന്റെ മണ്ണിലേക്ക് നടത്തിയ കടന്നുകയറ്റവും അതിനുശേഷം നടന്ന പ്രശ്നങ്ങളുമാണ് എന്ന് അവർ സൂചിപ്പിക്കുമ്പോൾ ഇത്തരം നിഷ്പക്ഷമതികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി പാലസ്തീനിന്റെ മണ്ണിലെ അവിടുത്തെ ജനതയെ എത്രയോ വർഷങ്ങളായി നിരന്തരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട്
വംശഹത്യ നടത്തിക്കൊണ്ട് പാലസ്തീനിന്റെ വ്യത്യസ്ത പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം, ഒരു ജനതക്ക് അഭയം കൊടുത്തതിന്റെ പേരിൽ അവരുടെ കുട്ടികളെയും അവരുടെ സ്ത്രീകളെയും ഒക്കെ ക്രൂരമായി കൊന്നൊടുക്കുന്ന ഒരു സമീപനം തുടർച്ചയായി നടത്തിയതിന്റെ പ്രതിഫലനമായിരുന്നു 2023 ഒക്ടോബർ മാസം 7-ാം തീയതി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അഹങ്കരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ മണ്ണിലേക്ക് ജൈത്രയാത്ര നടത്തിക്കൊണ്ട് പാലസ്തീനിന്റെ പ്രശ്നം ലോക മനസ്സാക്ഷിയുടെ മുമ്പാകെ ഉയർത്തുവാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ പോരാളികളുടെ കൂട്ടമായ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സമ്പൂർണമായ പതനത്തിന്റെ തുടക്കമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സൈനിക ശക്തിയായിട്ടുള്ള ആ തെമ്മാടി രാഷ്ട്രം പാലസ്തീന്റെ മണ്ണിലേക്ക്, ഗസയിലേക്ക് കടന്നു കയറിക്കൊണ്ട് 67,000-ത്തിലധികം വരുന്ന ആളുകളെയാണ് കൊന്നൊടുക്കിയത് എന്ന് ലോക മനസ്സാക്ഷിയുടെ മുമ്പാകെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ 21,000-ത്തിലധികം കുട്ടികളും സ്ത്രീകളുമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കാടത്വം തിരിച്ചറിയേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ 2 വർഷക്കാലം ലോകത്തെ പല സംഭവങ്ങളും വീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ലോകത്ത് പല യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ മാരകമായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടു. അവിടെ 13,850 പേരാണ് യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ 716 കുട്ടികൾ മാത്രമാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കൂ, 2 വർഷക്കാലം കൊണ്ട് 21,000-ത്തിലധികം വരുന്ന ചെറുപ്പത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം സയനിസ്റ്റ് ഭീകരന്മാർക്ക് മാത്രമേ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ യുദ്ധത്തിൽ ലോക മനസ്സാക്ഷി ഉണർന്നു. ലോകത്തെ വ്യത്യസ്ത കോണുകളിൽ ഇസ്രായേലിന്റെ കാടത്തത്തിനെതിരെ അമേരിക്കയിലും ഇറ്റലിയിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും നമ്മുടെ രാജ്യത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന് സ്വാഭാവികമാണ്. ആ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ഏറ്റവും അവസാനം യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോ അവിടത്തെ പാലസ്തീനിലെ കുട്ടികൾക്കും അവിടത്തെ പൗരന്മാർക്കും കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ നിഷേധിച്ചുകൊണ്ട് യുദ്ധം അതിസങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് സുമൂദ് ഫ്ലോട്ടില എന്ന് പറയുന്ന മനോഹരമായ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഗസയിലെ കുട്ടികൾക്ക്, ഗസയിലെ പൗരന്മാർക്ക് കുടിവെള്ളവും ഭക്ഷണവും കൊടുക്കണം, അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുമൂദ് ഫ്ലോട്ടില എന്ന് പറയുന്ന മനോഹരമായ ലോകരാജ്യങ്ങളുടെ ഒരു ഐക്യദാർഢ്യം, പാലസ്തീന് വേണ്ടിയിട്ടുള്ള, ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം ഗസയുടെ തീരത്തേക്ക് അടുക്കുന്ന ഒരു സന്ദർഭം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പോലും ഇത്തരം ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഒരു ഭരണാധികാരിയുടെ മനസ്സ് മാറിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ പോലും മാറിയില്ല. അതിന് നേതൃത്വം കൊടുത്ത ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയെ പിടിച്ചു കൊണ്ടുപോയി. എന്താണ് നെതന്യാഹുവിന്റെ പട്ടാളം ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഗ്രേറ്റ തുൻബർഗിനെ കൊണ്ട് ഇസ്രായേലിന്റെ പതാക ചുംബിക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തേക്ക് വരിക. ഗ്രേറ്റ തുൻബർഗിനെ കൊണ്ട് ഇസ്രായേലിന്റെ കൊടി ചുംബിക്കാനാണ് സയനിസ്റ്റുകൾ ആവശ്യപ്പെട്ടതെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിൽ ഈ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കി ഭരിക്കുന്ന സവർണ ഫാസിസ്റ്റുകൾ, സംഘപരിവാറാൽ നിയന്ത്രിതമായിട്ടുള്ള സവർണ ഫാസിസ്റ്റുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ, ഈ രാജ്യത്തെ ദലിതുകളെ രാമരാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുന്ന സംഘപരിവാറുകാർ ശക്തികൾ, ബാബറി മസ്ജിദ് ഇടിച്ചു തകർത്ത് അവിടെ രാമക്ഷേത്രം പണിത സംഘപരിവാർ ശക്തികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജയ് ശ്രീരാം വിളിക്കുവാൻ
ഇവിടുത്തെ മുസ്ലിങ്ങളെ മർദ്ദിക്കുന്നു. ജയ് ശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ദളിതരെ മർദ്ദിക്കുന്നു. രണ്ടു കൂട്ടരും സയനിസ്റ്റുകളും സംഘപരിവാറുകാരും ഇത്തരം ഫാസിസ്റ്റ് ശക്തികളും തുല്യതയില്ലാത്ത ഒരുപോലെ സ്വഭാവമുള്ള ആളുകളാണ് എന്ന് ചരിത്രത്തിൽ നമ്മോട് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ഈ അനീതിക്കെതിരെ ലോക മനസ്സാക്ഷി ഉണരണം. ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ അങ്ങനെ പാലസ്തീൻ അനുകൂലമായി, ഗസക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം വരുന്നു. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദുഷ്ടശക്തികൾ, ഫാസിസ്റ്റ് ശക്തികളുടെ പൊന്നോമനകളായിട്ടുള്ള ഒരുപാട് പേർ ഗസക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കാസ പോലുള്ള സംഘടനകളൊക്കെ പാലസ്തീനെ കുറിച്ച്, ഗസയെ കുറിച്ച് ഇല്ലാ കഥകൾ പാടി നടക്കുമ്പോ നിങ്ങൾ ഓർക്കണം, പ്രിയപ്പെട്ട കാസക്കാരെ ഓർക്കണം, നിങ്ങളുടെ പോപ്പുണ്ടല്ലോ, പോപ്പിരിക്കുന്ന ഇറ്റലിയിൽ ഏറ്റവും വലിയ പ്രക്ഷോഭം, ഗസക്ക് വേണ്ടിയിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ ഐക്യദാർഢ്യം നടന്നത് ഇറ്റലിയുടെ മണ്ണിലാണെന്ന് കാസക്കാർ ഓർക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അനീതിക്കെതിരെ ലോക മനസ്സാക്ഷി ഉണരണം. ഇവിടത്തെ ഗസക്കാർക്ക്, പാലസ്തീനുകൾക്ക് അവരുടെ കൃഷിയിടങ്ങളെ ഇല്ലാതാക്കി, അവർക്ക് കുടിവെള്ളം നിഷേധിച്ച്, അവർക്ക് ഭക്ഷണങ്ങൾ നിഷേധിച്ച്, അവരുടെ പിഞ്ചുകുട്ടികളെ കൊല്ലാക്കൊല ചെയ്ത് ഒരു ജനതയെ വംശഹത്യക്ക് വിധേയമാക്കുന്ന സയനിസ്റ്റ് ഭരണകൂടം, ആ ഭരണകൂടത്തെ കുറിച്ച് ഇസ്രായേലിലെ തന്നെ ആളുകൾ എതിർപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗസയിലെ വംശഹത്യക്കെതിരെ, അവർക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന, അവർക്ക് ഭക്ഷണം നിഷേധിക്കുന്ന, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന നെതന്യാഹുവിനെ കുറിച്ച് ഇസ്രായേലിലെ ഒരു കവി എഴുതിയിട്ടുണ്ട്. ഡാൻഷിലൻ എന്ന് പറയുന്ന കവി ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്: ഒരു നിമിഷം പോലും വൈകരുത്, നെതന്യാഹുവിനെ പിടിച്ചകറ്റണം. അയാളൊരു യുദ്ധക്കുറ്റവാളിയാണ് നെതന്യാഹു എന്ന് ഇസ്രായേലിലെ കവി ഡാൻഷിലൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കുറ്റവാളി ഇന്ന് അന്താരാഷ്ട്ര കോടതിയുടെ തീർപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു യുദ്ധക്കുറ്റവാളി തന്നെയാണ് നെതന്യാഹു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടുകൊള്ളുക. സംഘപരിവാറുകാരും നെതന്യാഹുവിന് ജയ് വിളിക്കുന്ന ആളുകളും ഏറ്റുപറയുക. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇവിടെ പാലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ പിറന്നു വീണ തങ്ങളുടെ ജന്മരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷികളായിട്ടുണ്ട്. അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പക്ഷേ ഏകാധിപതികളായിട്ടുള്ള ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന നെതന്യാഹുവിനെ പോലെയുള്ള ഭീകരന്മാരുടെ സ്ഥാനം കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രപരമായ ഗസയുടെ ഈ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഴുവൻ പ്രവർത്തകർക്കും എന്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട്, എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അഭിവാദ്യങ്ങൾ.